വ്യക്തിത്വങ്ങളെ, അക്ഷരസ്നേഹികളായ സുഹൃത്തുക്കളെ, ദുബായിയുടെ ഗതികെട്ട തിരക്കുകളിൽ നിന്ന് മനസ്സ്, ശരീരം, ജീവിതം തന്നെ മടുത്ത് ഓടി നടക്കുന്നതിനിടയിൽ സ്വരഭംഗിയാർന്ന, താളഭംഗിയാർന്ന, സംഗീതസാന്ദ്രമായ ഒരു സർഗാത്മക മുഹൂർത്തത്തിലേക്ക് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സദാശിവൻ അമ്പലമേട് എഴുതിയ കരിമുകൾ എന്ന നോവലിൻ്റെ പ്രകാശന ചടങ്ങിന് സാക്ഷികളാവാൻ വേണ്ടിയാണ്. നാം ഇവിടെ അനുഭവിക്കുന്നത് പോലെ സാധാരണ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് തലങ്ങൾ ഈ ചടങ്ങിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശില്പകലാരംഗത്ത്, ചിത്രകലാരംഗത്ത്, പരസ്യകലാരംഗത്ത് ഒക്കെ തൻ്റേതായ ഒരിടം സ്ഥാപിച്ച സദാശിവൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വാങ്മയ ചിത്രങ്ങളായി കരിമുകളിലൂടെ നമുക്ക് സമ്മാനിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആവാസ സ്ഥാനമായ അമ്പലമേട് ഉൾപ്പെടുന്ന ഫാക്ടിൻ്റെ ഒക്കെ പരിസരമായിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ജീവിതം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ദശകങ്ങളോളം ഫാക്ടിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൻ്റെ എക്കാലത്തെയും ചെറുകഥ ചക്രവർത്തിയായി മാറിയ ശ്രീ ടി പത്മനാഭൻ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു എന്നത് തന്നെയാണ് യാദൃശ്യമെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കെട്ടുപോകുന്ന ഒരു കാലത്തിൻ്റെ, ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഉണ്മയും നന്മയും ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും അത് നേടിയെടുക്കുവാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നതുകൊണ്ട് ജീവിതത്തിൽ അർത്ഥവും അന്നവും തേടി സ്വന്തം ഇടങ്ങൾ വിട്ട് മറ്റിടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി അഹോരാത്രം സ്വയം പൊരുതുന്ന പ്രവാസി സമൂഹത്തിൻ്റെ നടുവിൽ മനസ്സിലെ അക്ഷരങ്ങളെ, അക്ഷരത്തിൻ്റെ നന്മയെ കെടാതെ സൂക്ഷിക്കുക എന്നത് ഏറെ സാഹസികമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ആഗോള സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്ന് നാം പറയുന്ന ഒരിടത്ത് നിന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സ്വത്വവും കൈമോശം വന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ. നാം ആഗ്രഹിച്ചാലും അല്ലെങ്കിലും അതങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രവാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈന്യത എന്നും നമുക്കറിയാം. പുറം കാഴ്ചക്കാർക്ക് വളരെ ധാടിമോടികളുള്ള ഒരു ജീവിതം പ്രവാസിക്കുണ്ട് എന്ന് തോന്നുമെങ്കിലും ഏറ്റവും സത്യസന്ധമായി പറയുമ്പോൾ സ്വയം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന, ജീവിതത്തിൻ്റെ ഉണ്മകളും നന്മകളും നഷ്ടപ്പെട്ടു പോകുന്ന, കവർന്നെടുക്കപ്പെടുന്ന ഒരു കച്ചവട സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങളെയും അതിൻ്റെ സത്യത്തെയും അന്വേഷിക്കുന്നത് എന്നത് ഒരു പരീക്ഷണമാണ്. പക്ഷെ ആശ്വാസമായിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഈ പടപൊരുതലിൻ്റെ എല്ലാ വൈരസ്യങ്ങൾക്ക് നടുവിലും സദാശിവനെ പോലെ ചിലരുണ്ടാകുന്നു എന്നതാണ്. ആ അർത്ഥത്തിൽ സദാശിവന്റെ ഇവിടുത്തെ സുഹൃത്ത് വലയം ഒരു വലിയ സർഗലോകമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടുത്തെ മലയാള മാധ്യമങ്ങളുമായി, പ്രസിദ്ധീകരണങ്ങളുമായി ഒക്കെ
ആത്മബന്ധം പുലർത്തിപ്പോരുന്ന അദ്ദേഹം പക്ഷേ അതിൻ്റെ പഴുതുകളെ ഉപയോഗിച്ച് സ്വയം പ്രകാശിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരാളാണ് എന്നത് ഒരു വ്യത്യസ്തതയാണ്. അതുകൊണ്ട് തന്നെയാണ് സദാശിവൻ എഴുതുമ്പോൾ അതിൽ കഴമ്പുണ്ടാകുമെന്ന് നാം ഒക്കെ വിചാരിക്കുന്നത്. കരിമുകൾ എന്ന കൃതി അദ്ദേഹം അച്ചടിച്ചു കഴിഞ്ഞ ആദ്യത്തെ പ്രതികൾ 1-2 പ്രതികൾ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്നൊരെണ്ണം വായിക്കാൻ അവസരം കിട്ടിയ ആളാണ് ഞാൻ. ആ പുസ്തകം വായിച്ചു പോകുമ്പോൾ അനുഭവപ്പെടുന്നത് ഞാനും നിങ്ങളും വിട്ടയച്ചു പോന്ന ഒരു നാട്, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ സഹജീവികളുടെ ജീവിത പശ്ചാത്തലമൊക്കെ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. വ്യവസായത്തോടൊപ്പം മനുഷ്യത്വ ഹീനമായ ഒരു പരിസരം കൂടി സൃഷ്ടിക്കപ്പെടുന്നു എന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ലോകത്ത് ഏറ്റവും വലിയ വ്യവസായമായി മാറിയപ്പോൾ മനുഷ്യത്വമാണ് കടലെടുക്കപ്പെട്ടത് എന്ന് നിരന്തരം ഓരോ അനുഭവങ്ങളിലൂടെ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഇറാഖിലേക്ക് 22,000 പടയാളികൾ പോകുന്നു എന്ന് പറയുമ്പോൾ നാം പേടിക്കുന്നത് ഇനിയും ഇറാനിലെ ആണവ റിയാക്ടർ ബസ്റ്റേഴ്സ് വെച്ച് തകർക്കും എന്ന് കേൾക്കുമ്പോൾ നാം പേടിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കച്ചവടം യുദ്ധരൂപത്തിൽ കടന്നു വരുന്നു എന്ന് തന്നെയാണ്. എവിടെയും കച്ചവടം ജയിക്കുകയും മനുഷ്യൻ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കലികാലത്തിൽ കരിമുകളിൽ കരിമേഘങ്ങൾ ജീവിതത്തെ മൂടുന്നത് സദാശിവൻ കാണുന്നുണ്ട്. ആ കരിമേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു വെളിച്ചം ഇറങ്ങി വരും എന്ന പ്രത്യാശയും അദ്ദേഹം പുലർത്തുന്നുണ്ട്. ആ പ്രത്യാശ പങ്കിടാനാണ് ഞാനും നിങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സദാശിവന് എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവാസത്തിൻ്റെ ഈ ഉഷ്ണങ്ങളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതുവാൻ സാധിച്ച മനസ്സിനും ശ്രമത്തിനും നന്മ നേരുകയും ചെയ്യുന്നു ഞാൻ ആദ്യം. ഒപ്പം ഈ ധന്യമായ ചടങ്ങിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ അതിഥികളെ, നിങ്ങളെ സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നു. ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥയിലും കഥയ്ക്ക് പുറത്തുള്ള ജീവിതത്തിലും നമുക്ക് സമാനതകളില്ലാത്ത പപ്പേട്ടനാണ് ശ്രീ ടി പത്മനാഭൻ. അദ്ദേഹം പ്രകാശം പരത്തുന്ന പെൺകുട്ടിയിലൂടെ ജീവിതത്തിൻ്റെ പ്രകാശപൂർണിമ, ജീവിതത്തിൻ്റെ അർത്ഥവും അനർത്ഥവും അർത്ഥരാഹിത്യവും അതിനിടയിലൊക്കെ തെളിയുന്ന സ്നേഹത്തിൻ്റെ അത്യധികമായ ശക്തിയും നമ്മോട് ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ഇവിടെ ഈ വേദിയിൽ നമ്മോടൊപ്പം ഉണ്ട് എന്നത് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ചടങ്ങിൻ്റെ ധന്യതയാണ്. ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി ശ്രീ സദാശിവനെയും ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷനാകുന്നത് മാധ്യമ ലോകത്ത് ഈ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു പത്രാധിപരാണ്. ജോർദാനിലും പിന്നീട് UAE-യിലും പത്രപ്രവർത്തന രംഗത്ത് ഞങ്ങളുടെയൊക്കെ കുലപതിയായി ഇന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ഒരുപക്ഷെ കേരളവും ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റഫറൻസുകൾ സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പത്രാധിപർ, ഗൾഫ് ടുഡേയുടെ ചീഫ് എഡിറ്റർ, ഇന്ത്യൻ മീഡിയ ഫോറത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ PB വിവേകാനന്ദനാണ്. അദ്ദേഹത്തെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ആദ്യ പ്രതി ഏറ്റുവാങ്ങുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ പ്രവാസികൾക്ക് അഭിമാനമായ
സംരംഭകൻ എന്നതിലപ്പുറം ആതുര ശുശ്രൂഷ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും നിരന്തരം വിജയിക്കുകയും ചെയ്യുന്ന ഗൾഫ് നാടുകളിൽ മുഴുവനും കേരളത്തിലും ഇന്ത്യയിൽ പലയിടത്തും ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏറെ സംരംഭങ്ങൾ നയിക്കുന്ന ആതുര ശുശ്രൂഷകരിലെ ഏറ്റവും വലിയ സഹൃദയൻ, എല്ലാ സർഗ സംരംഭങ്ങളോടും ആരോഗ്യകരമായി സംവദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആസാദ് മൂപ്പനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ആശംസകൾ നേരാനായി നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ ശ്രീ എ.എം. മുഹമ്മദ്, ശ്രീ ശേഖർജി, അതുപോലെ ശ്രീ M.C.A. നാസർ, ശ്രീ മോഹൻ വടയാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന ശ്രീ മുഹമ്മദ് അലി പുന്നക്കനുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാതെ തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല അനുഭവമായി ഈ സായാഹ്നം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതുപോലെ ഈ പുസ്തകം പ്രകാശിപ്പിക്കാനായി, പുസ്തകം പരിചയപ്പെടുത്താനായി പ്രവാസ ലോകത്തെ ഏറ്റവും ശക്തനായ കവി, കോളമിസ്റ്റ് ശ്രീ സത്യൻ മാടാക്കര ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട വിവേകാനന്ദൻ സാറിനെ ക്ഷണിക്കുന്നു.